കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 15ാം ദിനവും തിരച്ചിൽ തുടരുന്നു. ഹെലികോപ്റ്ററുകളും കപ്പലുകളും വള്ളങ്ങളും ഉപയോഗിച്ച് ഇന്നും വിപുലമായ പരിശോധന നടത്തും. മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുക. സുനിഷ അയിലൂർ തുടരുന്നുണ്ട്. സുനിഷ, പരിശോധനയും വിപുലമായിട്ടുള്ള തിരച്ചിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ 15 ദിവസമായി ഇപ്പോഴും 3 പേരും കാണാമറയത്താണ് എന്നുള്ളതാണ്. ഇന്ന് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഭാഗത്താണ് തിരച്ചിൽ നടക്കുന്നത്? ശ്രുതി, അതാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ 15 ദിവസമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ തിരച്ചിലിലെ ഒരു അപാകതകളായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ പിന്നീട് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് കൃത്യമായി ഈ കുടുംബം എന്താവശ്യമാണോ മുന്നോട്ട് വെക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധന നടത്തണമെന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കം മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ സേനയ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിശോധന അത് വിഴിഞ്ഞത്തായാലും മുതൽപ്പുഴയിലായാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ 2 ആഴ്ച പിന്നിടുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. 15ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് തിരച്ചിൽ. ഇന്നും തിരച്ചിൽ തുടരുമെന്നുള്ളതാണ്. നാവികസേനയുടെയും കോസ്റ്റൽ പോലീസിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും എല്ലാം സഹായത്തോടുകൂടി വിവിധ ഇടങ്ങളിൽ കടലിലും കരയിലുമായി തിരച്ചിൽ നടത്തുന്നു എന്നത് തന്നെയാണ് നിലവിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. 15 ദിവസമായി സ്വാഭാവികമായും കന്യാകുമാരി തീരത്തോ അല്ലെങ്കിൽ കൊച്ചി പുറംകടലിലോ പൂവാർ ഭാഗങ്ങളിലോ ഒക്കെ തന്നെയും പരിശോധന നടത്തണമെന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഹെലികോപ്റ്ററിന് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെറുവള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ പരിശോധനകൾ നടത്താൻ കഴിയുമോ ആ എല്ലാം തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുടുംബത്തോട് ചോദിക്കുമ്പോഴും നിലവിൽ ഇപ്പോൾ തിരച്ചിലിൽ അവർ സംതൃപ്തരാണ് എന്നുള്ളത് തന്നെയാണ് അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്നും മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസവും ചെറുവള്ളങ്ങളും ഫിഷറീസിന്റെ ബോട്ടുകളും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിശാലമായൊരു തിരച്ചിൽ തന്നെ കഴിഞ്ഞ ദിവസവും നടന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്നും ആ തിരച്ചിൽ തുടരുമെന്നുള്ളതാണ്. അതിപ്പോൾ നീണ്ടകരയിലെ സാഹചര്യത്തിലായാലും ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയായുള്ള തിരച്ചിലും ഈ നീണ്ടകരയിലും തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 15ാം ദിവസവും ഈ 3 മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടിയുള്ള തിരച്ചിൽ അത് കാര്യക്ഷമമായി തന്നെ നടത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്ന കാര്യം. റോഷ്നി, ശ്രുതി. ഓക്കെ, സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.